ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എമ്പുരാൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രാവിലെ 10:30 ഷോ പോയി കണ്ടിട്ട് നേരെ വന്ന് ഡ്രസ്സെല്ലാം മാറി ഇപ്പം തന്നെ ചെയ്യുന്ന റിവ്യൂ ആണിത്. അപ്പം എന്താ പറയുക, എമ്പുരാൻ എന്ന് പറയുന്നത് മോഹൻലാൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആറാട്ടായിരുന്നു. ഞാനൊരു കട്ട മോഹൻലാൽ ഫാനാണ്. അപ്പോൾ ഞാൻ കാത്തിരുന്ന് കണ്ടൊരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞാലും, ഒരു എക്സ് ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞാലും, ഒരു എക്സ് ഫിലിം റിവ്യൂവർ എന്നുള്ള രീതിയിൽ പറഞ്ഞാലും എമ്പുരാൻ എൻ്റെ എക്സ്പെക്റ്റേഷനെ സാറ്റിസ്ഫൈ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്തു എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല. ലൂസിഫർ ഇതിനെക്കാട്ടിലും ഒരുപാട് മുകളിലായിരുന്നു. അപ്പം എമ്പുരാൻ ആ ഒരു ലൂസിഫർ കഴിഞ്ഞിട്ട് ലൂസിഫറിൻ്റെ അവസാനം ഖുറേഷി എബ്രഹാമിനെ കാണിക്കുമ്പം ഉണ്ടാകുന്നൊരു ഹൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു ചാം എമ്പുരാനിൽ മോഹൻലാലിന് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്ലൈക്ക് കൊടുക്കേണ്ടി വരും. കാരണം പിന്നെന്താ, ഒരു എടുത്താൽ പൊന്താത്തൊരു വേഷമാണോ പുള്ളി ഏറ്റെടുത്തതെന്ന് തോന്നിപ്പോയി. ആ ഒരു എന്താ പറയുക, ഒരു മാഗ്നം അങ്ങോട്ട് പല സ്ഥലത്തും അങ്ങോട്ട് വന്നില്ല. എമ്പുരാൻ എന്താ പറയുക, പിന്നെ ഖുറേഷി എബ്രഹാം ഈ കറുത്ത കോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഒരു മാഗ്നം അല്ലെങ്കിൽ ഒരു കരിസ്മ പ്രതീക്ഷിച്ച ആൾക്കാർക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഏതായാലും സിനിമ തുടങ്ങി ഒരു മണിക്കൂറോളം, ഒരു മുക്കാൽ മണിക്കൂറോളം നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നൊരു സംഭവമാണ് കാണിക്കുന്നത്. ആ നോർത്ത് ഇന്ത്യ നടക്കുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധമുള്ളൊരു സംഭവമാണ്. നമ്മൾ ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് മുസ്ലിംസിൻ്റെ അടുക്കൽ ഹിന്ദുക്കൾ കാണിച്ച പിന്നെ ദുഷ്ടതരങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ആ ഒരു മുക്കാൽ മണിക്കൂറോളം കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ കേരള രാഷ്ട്രീയമാണ് സംസാരിച്ചതെന്നുണ്ടെങ്കിൽ എമ്പുരാനിലോട്ട് വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ദേശീയ രാഷ്ട്രീയമാണ്. തുറന്നു പറയാം, BJPക്ക് ഇട്ട് നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട്. BJPയെ എന്താ പറയുക, നല്ലപോലെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു സിനിമ കൂടിയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇട്ട് അത്യാവശ്യം ചില നേരിയ കൊട്ട കൊടുക്കുന്നുണ്ട്. എന്താ പറയുക, കാസർഗോഡ് തൊട്ട് ആകെ തിരുവനന്തപുരം വരെ മാത്രമുള്ളൊരു പാർട്ടിയല്ലേ നിങ്ങളൊക്കെയുള്ള ഡയലോഗൊക്കെ ഉണ്ട്. അതേസമയം കോൺഗ്രസ്സിനെ വളരെ എന്താ പറയുക, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പൈതൃക പാർട്ടി, ലെഗസി കാത്തു സൂക്ഷിക്കുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ മയത്തിൽ തൊട്ട് തലോടിയാണ് പോയിരിക്കുന്നത്. എനിക്ക് ലൂസിഫർ കണ്ട സമയത്ത് തന്നെ ഇത് കോൺഗ്രസ് പാർട്ടിയുടെ കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പറയുന്ന പ്രിയദർശിനി രാംദാസ്, എന്താ പറയുക, ജതിൻ രാംദാസ്, അവർക്കൊക്കെ നമ്മുടെ രാഹുൽ ഗാന്ധിയുമായിട്ടും പ്രിയങ്കയുമായിട്ടും ഒക്കെ ബന്ധമുള്ള പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് അരക്കിട്ടറപ്പിക്കുന്ന പരിപാടിയായിരുന്നു ഈ പറയുന്ന എമ്പുരാനിലോട്ട് വരുമ്പോഴത്തേക്കും. അപ്പം കഥയിലോട്ട് വരികയാണെങ്കിൽ കഥയെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല. കാരണം കഥയെക്കുറിച്ച് ഒരുപാട് പറയാൻ പോവുകയും അത് സ്പോയിലറായിപ്പോവും. അപ്പം ഇത് പക്ക ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. ഈ പറയുന്ന പിന്നെന്താ പറയുക, പൈസ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇപ്പം മോഹൻലാലിൻ്റെ ഇൻട്രോ സീന് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന സീനൊക്കെ ഉണ്ട്. അത് റിയൽ ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നല്ലപോലെ പൈസ ചിലവാക്കിയിട്ടുണ്ട്. എന്തായാലും അവർ മുടക്കിയ പൈസ അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. പക്ഷേ പിന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് ചില സമയത്തൊക്കെ തോന്നും, എന്തിൻ്റെ ആവശ്യമാണ് ഈ പറയുന്ന ഈ ലോകത്താകമാനം പോയിട്ട്. ഇന്നത്തെ കാലത്ത് പിന്നെ ആ ഒരു 1-2 സീൻ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോകേണ്ട ആവശ്യം എന്താണെന്ന് തോന്നിപ്പോവും. CG ഒക്കെ ഉള്ള സമയത്ത് ഇത്രയും കാശ് പൊടിക്കാതെ പിന്നെ ചെയ്യാമായിരുന്നു. പിന്നെ ആൻ്റണി പെരുമാണ്ടയിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ ചെയ്യണം, എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പിന്നെ അങ്ങനെ അത്രയും പോയി ചെയ്യാനും മാത്രമുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഓരോ സ്ഥലവും ഇങ്ങനെ എഴുതി കാണിക്കും, ഇത് ലണ്ടനിലുള്ള സ്ഥലമാണ്, എന്താ പറയുക, വെസ്റ്റ് ആഫ്രിക്കയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അത് എഴുതി കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ശരി അത് ഇന്ന സ്ഥലമാണെന്നുള്ളത്. അപ്പോൾ അതിപ്പം രാമോജി റാവു സ്റ്റുഡിയോയിൽ പിന്നെ സെറ്റിട്ടാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അവിടെ വരെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എനിവേ പിന്നെ അബ്രഹാം ഖുറേഷിയായിട്ട് മോഹൻലാൽ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇൻ്റർവെല്ലിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് മാറുന്ന ഒരു ട്രാൻസിഷനുണ്ട്.
ആ ട്രാൻസിഷൻ സത്യം പറഞ്ഞാൽ ഫാൻസിന് ഭയങ്കര റൊമാൻറ്റിഫിക്കേഷൻ തോന്നും, ഭയങ്കരമായിട്ട് റൊമാൻറ്റിഫിക്കേഷൻ തോന്നും. പിന്നെ അതേപോലെ തന്നെ മഞ്ജു വാര്യരുടെ ക്യാരക്ടർ മറ്റേ പിന്നെ ലൂസിഫറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും മഞ്ജുവിൻ്റെ ക്യാരക്ടർ ഭയങ്കര പവർഫുള്ളാണ്. ഒരുപാട് സീനൊന്നുമില്ല, പക്ഷെ ഉള്ള സീൻ നല്ല വെടുപ്പും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല എന്താ പറയുക, നമുക്ക് കാണുമ്പോഴത്തേക്ക് ഗൂസ് പമ്പ് വരുന്ന മാതിരിയുള്ള ചില സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പം മേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കുറ്റം പറയാനില്ല. ഓക്കെ, മേക്കിംഗ് നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ക്യാമറ ഇത് ആ ഒരു തുടക്ക സമയത്തെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു 1/4 മണിക്കൂറോളമുള്ള സീൻ എന്ന് പറയുന്നത് അതൊരു മാസ് സീൻസ് തന്നെയാണ്. അത് ഇമോഷണലി ആണെങ്കിലും നല്ല കണക്റ്റാകും. അതേപോലെ തന്നെ പിന്നെ എന്താ അല്ലാതെ ക്യാമറ വൈസ് ആണെങ്കിലും ഒക്കെ ശരിക്കും കണക്റ്റാകുന്ന ഒരു നല്ല അപ്രോച്ചായിരുന്നു. അത് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു മിസ്സിങ് തോന്നിയിട്ടുണ്ട്. ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്ന സംഭവം എവിടേക്കോ ഒരു പാളിപ്പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ എന്താ നമ്മുടെ ടോവിനോയുടെ ക്യാരക്ടർ, ടോവിനോ ആ ഒരു ചാം നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ജിതിൻ രാംദാസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും, അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്യാരക്ടർ എന്താ പറയുക, ഫസ്റ്റ് ലൂസിഫറിലുണ്ടായിരുന്ന ആ ഒരു കുറച്ചും കൂടെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. കുറച്ചുകൂടെയൊക്കെ പിന്നെ ടോവിനോയുടെ ക്യാരക്ടറിനെ പവർഫുൾ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയായിരുന്നു. പിന്നെ ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടർ മറ്റേ എന്താ ലൂസിഫറിലുള്ള പോലെ അത്ര എക്സെൻട്രിക് ഇതാക്കിയിട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. കുഴപ്പമില്ല, നോർമലായിട്ടുള്ളൊരു ക്യാരക്ടർ. അധികം പിന്നെ സ്ക്രീൻ സ്പേസ് ഒന്നും പുള്ളിക്കില്ല. ഉള്ള സമയം അത്രയും പുള്ളി നല്ല വൃത്തിക്ക് വെടുപ്പിലും കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കോമഡി ആയിട്ട് വരുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ആൻ്റണി പെരുമ്പാവൂരിനെ കാണിക്കാനാണ്. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒരു റാവുത്തർ എന്നുള്ളൊരു ക്യാരക്ടർ, അത് ഒരുപാട് നേരമൊന്നുമില്ല, ആകെ ഒരു 5 മിനിറ്റൊക്കെ ഉള്ളൂ. പക്ഷേ എന്തിനാണോ എന്താ പറയുക പുള്ളിക്കാരനെ ആ ഒരു ക്യാരക്ടറായിട്ട് കാസ്റ്റ് ചെയ്ത്. പിന്നെ ഈ സിനിമാക്കാരുടെ ഇടയ്ക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, പിന്നെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മുഖം കാണിച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ സിനിമകളെല്ലാം ഭയങ്കര ഹിറ്റാകുമെന്ന്. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു വിശ്വാസമാണ്. എന്താ പിന്നെ കിലുക്കത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കിലുക്കത്തിൽ പിന്നെ എന്താ ഹരികൃഷ്ണൻസിലൊക്കെ പുള്ളിക്കാരനെ ചെറുതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു ക്യാരക്ടറായിട്ട് കാണിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കത്ര മനസ്സിലാകുന്നില്ല. അത് ആൾക്കാർക്ക് ചിരി വന്നൊരു രംഗമായിരുന്നു. പിന്നെ പുള്ളി പ്രൊഡ്യൂസർ ആയതുകൊണ്ട് പുള്ളിക്ക് പിന്നെ എന്തോ ആകാമല്ലോ, കുഴപ്പമില്ല. പിന്നെ എനിക്കതിൽ പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു സുരാജിൻ്റെത്. സുരാജിൻ്റെ ഒരു വളരെ നന്നാക്കി ചെയ്തിട്ടുണ്ട്. സുരാജ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ നാട്ടിലെ ചില BJP പ്രവർത്തകരുമായിട്ടൊക്കെ നല്ല സാമ്യം തോന്നും ആ കഥാപാത്രത്തിനെ കാണുമ്പോഴത്തേക്കും. വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലെ വില്ലൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വളരെ പ്രമുഖനായിട്ടുള്ളൊരു നേതാവിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ്. അതേത് നേതാവെന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കഥ മൊത്തം അവിടെ പോവും. അപ്പം പിന്നെ അങ്ങനത്തെ ഒരു സംഭവമാണ് ആ വില്ലൻ ക്യാരക്ടർ വെച്ചിട്ട്. പിന്നെ എന്താ എമ്പുരാൻ്റെ എന്താ ഒരു ഡ്രാഗണിൻ്റെ ചിഹ്നം കാണിച്ചിട്ട് ഇതേത് വില്ലനാ ഗസ് ചെയ്യാവോ, ഫഹദാണോ അതാണോ എന്നൊക്കെ പറയുന്നില്ലേ, അത് ആരാന്നുള്ളത് സിനിമയുടെ അവസാനമാണ് കാണിക്കുന്നത്. അതാരാന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ, എനിക്ക് ആരാന്ന് പിടികിട്ടിയില്ല. അപ്പം പിന്നെ ഏതായാലും നമ്മുടെ മലയാളി ആക്ടേഴ്സൊന്നും അല്ല അത് സിനിമ കുറേ കൂടെ ഭയങ്കര ഡീപ്പായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പം പുള്ളി ആരാന്ന് പിടികിട്ടി കാണുമായിരിക്കും. ഏതായാലും എനിക്ക് പിന്നെ ഡ്രാഗൺ ചിഹ്നമുള്ള ആൾ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ റൊമാൻറ്റിഫിക്കേഷനൊന്നും തോന്നിയൊന്നുമില്ല. എനിവേ ഇറ്റ്സ് എ ഗുഡ് അറ്റംപ്റ്റ്. എന്തായാലും അവരങ്ങ് മാർക്കറ്റിംഗ് വഴിയൊക്കെ അവർ എന്താ പറയുക മുടക്കിയ കാശ് എന്തായാലും തിരിച്ചു പിടിക്കുക, അത് 100 വട്ടം ഉറപ്പാണ്. പക്ഷേ ലൂസിഫറിൻ്റെ അത്രയും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. മോഹൻലാലിൻ്റെ ആ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ടുള്ളൊരു ട്രാൻസിഷൻ, ആ ഒരു രംഗം ഭയങ്കര അടിപൊളിയായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് ഒരു മോഹൻലാൽ ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇമ്പ്രസീവ് ആയിട്ടുള്ളതാണ്. പിന്നെ അതിൽ എന്താ പറയുക, നമ്മൾ സിനിമയുടെ ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് കുറേ അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഒരു സയ്യിദ് മസൂദിയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇത് സയ്യിദ് ആരാണ് എന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കും നമുക്ക് അയ്യേ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകും. അതാരാന്ന് ഞാൻ പറയുന്നില്ല. എനിവേ എൻ്റെ ഒരു മാർക്ക് കൊടുക്കാനാണെങ്കിൽ 10-ഒരു 6, 6 to 7 മാർക്ക് എമ്പുരാന് കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതലൊന്നും
അത് മേക്കിങ്ങിനാണ് കൊടുക്കുന്നത്, അല്ല സ്റ്റോറി വൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പം റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക.